ആലപ്പുഴയിൽ ചമ്പക്കുളത്ത് വയോധികന് ദാരുണാന്ത്യം. പാടത്തെ വെള്ളം വറ്റിക്കുന്നതിനിടെ മോട്ടോർ തറയിലെ ബെൽറ്റിൽ കുടുങ്ങി ശരീരഭാഗങ്ങൾ അറ്റുപോയാണ് ഈ അപകടമുണ്ടായത്. ചമ്പക്കുളം സ്വദേശി ജോസഫ് ജോർജാണ് മരിച്ചത്. അതിദാരുണമായൊരു മരണമെന്ന് പറയാം. ഈ അപകടം ഈ രീതിയിൽ എങ്ങനെ സംഭവിച്ചു എന്നതൊന്നും നമുക്ക് വ്യക്തമായിട്ടില്ല. എങ്കിലും പാടത്തെ വെള്ളം വറ്റിക്കുന്നതിനിടെയാണ് മോട്ടോർ അത് തറയിലെ ബെൽറ്റിൽ കുടുങ്ങി ശരീരഭാഗങ്ങൾ അറ്റുപോയുള്ള മരണം എന്നൊക്കെ പറയുമ്പോൾ അത് അത്രമാത്രം ദാരുണമായൊരു മരണമായി മാറുകയാണ്. ചമ്പക്കുളം സ്വദേശി ജോസഫ് ജോർജാണ് ഈ വിധത്തിൽ മരിച്ചത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വേറൊരു ഫ്ലോർ മില്ലിൽ ഇതുപോലെ ഷോൾ കുടുങ്ങിയുള്ള മരണം. അങ്ങനെ നമ്മളെ അലോസരപ്പെടുത്തുന്ന കുറേ സംഭവങ്ങൾ ഈ 2 ദിവസങ്ങളായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചമ്പക്കുളം സ്വദേശി ജോസഫ് ജോർജാണ് അതിദാരുണമായി മരിച്ചത്. അശ്വിൻ പാലാഴിയുണ്ട്. അശ്വിൻ, ഈ അപകടം അത് എങ്ങനെ അശ്രദ്ധയിൽ ഉണ്ടായതാണോ? ഇത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് ആയിരുന്നു ആ പാടത്ത് വെള്ളം വറ്റിക്കാൻ ഉണ്ടായത്? മറ്റാരും സഹായത്തിനില്ലാതെ ആണോ ഈ അപകടമൊക്കെ ഉണ്ടായത്? പ്രജിൻ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ആ പാടശേഖരത്തിൽ കഴിഞ്ഞ കുറെ നാളുകളായി തുടരെ പെയ്യുന്ന മഴയെ തുടർന്ന് വെള്ളം കയറിയിരുന്നു. ഈ വെള്ളം മഴ മാറിയ സമയത്ത് വറ്റിക്കാനായാണ് ജോസഫ് ജോർജ് ഇവിടേക്ക് എത്തുന്നത്. മോട്ടോർ സ്ഥാപിച്ചിരിക്കുന്ന മോട്ടോർ തറയിൽ ഈ മോട്ടോർ ഓണാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന്റെ ബെൽറ്റുകൾക്കിടയിലേക്ക് ജോസഫ് പൂർണ്ണമായും പെട്ടുപോകുന്നത്. ശരീരഭാഗങ്ങൾ പലതും അറ്റുപോയിട്ടുണ്ട്. ദാരുണമായ മരണമാണ്. പിന്നീട് സമീപത്തുണ്ടായിരുന്ന ആളുകൾ എത്തി ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം. പുളിങ്കുന്ന് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ ചമ്പക്കുളം പൊങ്ങ പാടശേഖരമുള്ളത്. അവിടുത്തെ ഈ മോട്ടോർ പുരയിലാണ് സംഭവം ഉണ്ടാകുന്നത്. 69 വയസ്സാണ് ഈ മരണപ്പെട്ട ജോസഫിന് ഉള്ളത്. എന്തായാലും വളരെ ദാരുണമായ മരണമാണ്. ഈ ജോസഫിന്റെ വലതു കൈയുടെ കൈ കൈ വലതു കൈ പൂർണ്ണമായും തെറിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എത്രത്തോളം ദാരുണമായാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതിദാരുണമായൊരു സംഭവമാണ്. അതിലാണ് ചമ്പക്കുളം സ്വദേശി ജോസഫ് ജോർജിന് ജീവൻ നഷ്ടമായത്.